അങ്ങനെ നമ്മുടെ രണ്ടാം ദിവസം കടലിലിട്ട്. അപ്പോൾ അതെ, രാവിലെ 8 മണിയായപ്പോഴേക്കും വല എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. ഇതിന് മുന്നിട്ട 2 വലക്കും നമുക്ക് മീൻ ഉണ്ടായില്ല കേട്ടോ. വളരെ മോശമായിരുന്നു, മീൻ വളരെ കുറവായിരുന്നു കേട്ടോ. ചിലവിനുള്ള പണി പോലും ഉണ്ടായില്ല. അങ്ങനെ വല വലിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ബോട്ടിൻ്റെ തൊട്ടടുത്തേ കൂടി ഇന്ത്യൻ നേവിയുടെ INS സുനൈന എന്ന് പറയുന്ന ഒരു പാട്രോൾ ബസ്സിൽ പോകണുണ്ട് കേട്ടോ. ഇതൊക്കെ പോകണുണ്ടോ, നല്ല സ്പീഡിലാണ് പോണത്. അപ്പോൾ ഈ വല കയറി കഴിയുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയില്ല. കാരണം നിലവിൽ ഇപ്പോൾ നമ്മുടെ ബോട്ട് കടത്തിലാണ്. അപ്പോൾ ശ്രാങ്ക് വല കയറി നോക്കിയിരിക്കുകയാണ്, മീൻ ഉണ്ടാവോ ഇല്ലേ എന്നുള്ളൊരു സംശയത്തിലാണ് പുള്ളി ഇങ്ങനെ ഇരിക്കുന്നത്. നല്ല കണ്ണീര് പോലത്തെ വെള്ളമുണ്ട് ഇപ്പോൾ കടലിൽ. കാരണം ഓരോ മാസത്തിനനുസരിച്ചാണ്. ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ നല്ല നീല കളറായിരിക്കുള്ളൂ. പിന്നെ ഈ മഴ സീസണൊക്കെ തുടങ്ങാൻ നേരത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കലങ്ങി മറിഞ്ഞ് അത് വേറൊരു കളറായിട്ട് മാറൂട്ടെ. അപ്പം മീൻ കയറുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇഷ്ടംപോലെ കൊലഞ്ഞിൽ വലയിനകത്ത് കയറിയിട്ടുണ്ട്. വല പിടിച്ച് പൊക്കി കയറ്റാനായിട്ട് പറ്റാത്തതിൻ്റെ പേരിൽ നമ്മൾ സ്ലീങ് ഇട്ട് കപ്പിയിൽ കൊളുത്തിയാണ്ട കയറ്റിക്കൊണ്ടിരിക്കുന്നത്. കാരണം മീൻ കയറിയാലും ലോഡ് കയറിയാലും വല നമുക്ക് പിടിച്ചാൽ കിട്ടില്ല. ബോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിയും, അതുപോലെ ആയിപ്പിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മറിയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അങ്ങോട്ട് പോകും, ബാക്കിലേക്ക് പോകും. അപ്പോൾ നമുക്ക് പൊക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ നേരെ ഇങ്ങനെ സ്ലീങ് ഇട്ടിട്ട് കയറ്റുകയാണ് ചെയ്യുന്നത്. ഇത് നോക്കിയേ, കോടൻ്റെ പൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയ മീനുകളാണ്ടേക്കാണ് ഏറ്റവും മോശം ചരക്ക് നമുക്ക് ഈ വലയിലാണ്ട് കിട്ടിയത്. ഒന്നുമില്ല, 2-2.5 മണിക്കൂറോളം സ്പീഡ് വലിച്ചിട്ട് നമുക്ക് കിട്ടിയ മീനാണ് ഈ കാണുന്നത്. ഇത് നോക്കി എങ്ങനെ മുതലാവാനാണ് ഇതൊക്കെ. മൂന്ന് വല വലിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഒരു കാര്യം നമുക്ക് മനസ്സിലായി, ഇനി ആ ഗ്രൗണ്ടിൽ നിന്ന് മീൻ കിട്ടില്ല എന്നുള്ളത്. നേരെ നമ്മൾ വല മാറ്റിയിട്ട് അടുത്ത ഗ്രൗണ്ടിലേക്ക് ഓടിപ്പോണേണ്ടി കാണുന്നത്. അപ്പോൾ ഒരു ബോട്ടിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 10-12 വലയോളം ഉണ്ടാവും. അത് ഓരോ ടൈപ്പ് പണിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. വലയുടെ പണിയൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയം കൊണ്ട് ആൻറ്റിച്ചേട്ടനെ ഇവിടെ നല്ല അയില റെഡിയാക്കിയിട്ട് ഉപ്പും മുളകും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് പുരട്ടി വെക്കേണ്ട. ഇന്ന് ഉച്ചക്കലത്തെ കഴിക്കാനായിട്ട് അയില വറുത്തതും പിന്നെ എന്തെങ്കിലും ചാറ് കറി ആയിരിക്കുള്ളൂ. കണ്ണൻ ചേട്ടൻ കണ്ണും പൊത്തി പോണത് വേറൊന്നുകൊണ്ടല്ല, ആൻറ്റിച്ചേട്ടൻ മീനൊക്കെ പറ്റി ഒന്ന് കൈ കഴുകിയാണ്. ആ കാറ്റിനകത്ത് കുറച്ച് മുളക് കൂടറ വെള്ളം കണ്ണി പോയിട്ട് അങ്ങനെ നേരെ നമ്മൾ അടുത്ത വലയിട്ട് ഈ പ്രാവശ്യം നമ്മൾ ഒരാളേണ്ട ലക്ഷ്യം വെച്ചാണ്. വേറെ ഒന്നുമല്ല, വൈശാലി കൂന്തൽ. കുറഞ്ഞ രീതിയിൽ ഇവിടെ ഗ്രൗണ്ടിൽ വലിച്ച ബോട്ടുകാർക്കൊക്കെ വൈശാലി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട, എങ്ങാലും കിട്ടിയാല. അപ്പോൾ അതേ തൊട്ടപ്പുറം തന്നെ കിലുക്കം എന്ന് പറയുന്ന ബോട്ട് വല പിടിച്ചുകൊണ്ടിരിക്കുന്ന വേണ്ടി കാണുക. ചെറിയ രീതിയിലുള്ളൊരു ആയ്പുണ്ട്, അത് വേറെ ഒന്നുമല്ല, കാറ്റിൻ്റെ ഉണ്ട്. വൈശാലിക്ക് വലിക്കണതിൻ്റെ പേരിൽ അധികം നേരമൊന്നും വലിക്കൂല, ഒരു 1.5 മണിക്കൂറൊക്കെ വലിച്ചുള്ളൂ. അതിനുശേഷം നമ്മളും വല പിടിക്കാനായിട്ട് തുടങ്ങി. കോടൻ്റെ അടുത്തപ്പോഴേക്കും മനസ്സിലായി കുറഞ്ഞ വൈശാലി വലയിനകത്ത് കയറിയിട്ടുണ്ടെന്നുള്ളത്. വൈശാലി മാത്രമല്ല കേട്ടോ, നമുക്ക് കുറഞ്ഞ മീനും അറക്കയാണ് കയറിയണം. കുറഞ്ഞ അറക്കയും കയറിയിട്ടുണ്ട്. അറക്കയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് മീനാണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. കിങ് ഫിഷ് എന്ന് പറയും, നമ്മുടെ ചെമ്പാൻ അറക്ക, അതുപോലെ നെയ്മീൻ എന്നൊക്കെ പറയൂലേ. അപ്പോൾ ഓരോ നാട്ടിലും ഓരോ പേരായിക്കുള്ളൂ. പിന്നെ ഒരു വാള കിടക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഇതാണ് നമ്മുടെ വൈശാലി കൂന്തൽ എന്ന് പറയും കേട്ടോ. 1 മണിക്കൂറോളമായി നമ്മുടെ അതിലേക്ക് റെസ്റ്റിലേക്ക് ഇവിടെ ഇരിക്കണത്. അങ്ങനെ നേരെ ഓരോന്നിനെടുത്ത് വറക്കാനായിട്ട് ഇട്ടിട്ടാണ് നമ്മുടെ വിൽസനളിയൻ. മീൻ കിട്ടിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്യലൊന്നുമില്ല. ആ വലക്ക് എന്തെങ്കിലും മുറിവോ അല്ലെങ്കിൽ കണ്ടിച്ചൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അത് നേരെ അടച്ചിട്ട് വീണ്ടും നേരെ അടുത്ത വലയിടേണ്ട. അപ്പോൾ ഇപ്പോൾ നമ്മൾ അടുത്ത വലയിട്ട് വീണ്ടും വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറഞ്ഞ കൊഴുവുണ്ട്, അതുപോലെ ഒരു ബോക്സോളം നമുക്ക് അറക്ക കിട്ടിയിട്ടുണ്ട്. പിന്നെ എല്ലാം വൈശാലിയാണ്ട് കിട്ടിയാണ്. ഇത് കണ്ട, ഇതാണ് വൈശാലി കൂന്തൽ എന്ന് പറയുന്നത്. ഒരു ബോക്സിന് ഏകദേശം 14 രൂപ 15 രൂപയൊക്കെ വിലയുണ്ട്. പിന്നെ സൈസിനനുസരിച്ചാണ് വ്യത്യാസം തന്നെ കേട്ടോ. നമ്മൾ കിട്ടി ബോക്സിലാക്കിയ മീനുകളെല്ലാം ഉപ്പുള്ളതിൽ തന്നെ നന്നായിട്ട് കഴുകേണ്ട. ഈ ചെമ്പാൻ്റെ ഒക്കെ കളർ നോക്കി നല്ല ഫ്രഷ് മീനാണ്ട. ആ ഒരു മേത്തത്തെ ആ ഒരു വഴുവഴുപ്പ് പോലും പോയിട്ടുണ്ടായില്ല, ഇങ്ങനെ പിടിച്ച് നേരെ ബോക്സിലേക്ക് ഇട്ടപ്പോൾ അത്രയ്ക്ക് ഫ്രഷായിരുന്നു. അപ്പോൾ ഇനി ഇതെല്ലാം നേരെ കൊണ്ടുപോയി സ്റ്റോർ ചെയ്യാനായിട്ട് പോയിട്ടുണ്ട്. പിന്നെ അതുപോലെ അത്യാവശ്യം വലിപ്പമുള്ള കൊഴുവയും കിട്ടിയിരുന്നുണ്ട്. ഇത് കണ്ട,
കഴിഞ്ഞ ദിവസം നമ്മുടെ വീഡിയോൻ്റെ താഴെ ഒരു കമൻറ്റ് വന്നിരുന്നതാണ്. അതായത് സ്റ്റോർ റൂമിൽ നമ്മൾ മീൻ ഐസ് ചെയ്യാൻ നേരത്ത് കെമിക്കൽ എന്തെങ്കിലും ഇടുമോ, അതുകൊണ്ടാണ് മീൻ ചീത്താവാതിരിക്കണേന്ന്. ഒരു രീതിയിലുള്ള കെമിക്കൽസും കാര്യങ്ങളൊന്നും നമ്മൾ ബോട്ടിൽ വെച്ച് കടലിൽ വെച്ചൊന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ. പിന്നെ ഈ ഐസ് എന്തുകൊണ്ട് ഉരുകണില്ല എന്നെങ്കിൽ മീൻ എങ്ങനെ ചീത്താവാതിരിക്കണം എന്നൊക്കെ പലരും ചിന്തിക്കും. ശരിക്കും ഈ സ്റ്റോർ റൂമിൻ്റെ പ്രത്യേകതയാണ്. കാരണം സ്റ്റോർ റൂം എന്ന് വെച്ച് കഴിഞ്ഞാൽ എയർ ടൈറ്റ് ആയിരിക്കുള്ളൂ, ഒരു എയർ പോലും പുറത്തേക്ക് പോകില്ല. ഐസ് നമ്മൾ എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1-2 അല്ല എടുക്കണം, 300 ബ്ലോക്ക് 400 ബ്ലോക്ക് ഐസൊക്കെ ഉണ്ടാകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പെട്ടെന്ന് ആ ഒരു കൂളിങ് അല്ലെങ്കിൽ ആ ഒരു തണുപ്പൊന്നും പോകുന്നില്ല കേട്ടോ ബോട്ടിൻ്റെ ഉള്ളിലെ സ്റ്റോർ റൂമിൽ നിന്ന്. അങ്ങനെ കിട്ടിയ നല്ല തിളങ്ങണ അർക്കയൊക്കെ നേരെ എടുത്ത് സ്റ്റോർ ചെയ്ത് നിരത്തി വെച്ചേക്കണ ഒരു കാഴ്ച വേണ്ടിക്കാണ്. നോക്കിയാൽ നല്ല ഭംഗിയിൽ അടക്കി അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഐസ് നന്നായിട്ട് കട്ട പിടിച്ചിരിക്കുള്ളൂ. ഇത് നല്ലോണം അടിച്ച് പൊട്ടിച്ച് ചെറുതാക്കിയിട്ട് വേണം നമുക്ക് മീനിൻ്റെ മുകളിലിടാൻ. അല്ലെങ്കിൽ എന്താണ് പറ്റണതെന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻ ചിലപ്പോൾ ഉടഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇങ്ങനെ ഐസ് മുകളിൽ കിടക്കുമ്പോൾ ഇങ്ങനെ ചതഞ്ഞു പോകും, വലിയ കട്ടയൊക്കെ ആണെന്നുണ്ടെങ്കിൽ. അങ്ങനെ ഇപ്പോൾ നേരെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെഡ് ഉണ്ടാക്കിയാണ്. ആദ്യം ഐസ് ഇട്ടിട്ട് നമുക്ക് ഓരോ ബെഡ് അവിടെ ഉണ്ടാക്കിയെടുക്കണം. അതിന് ശേഷമാണ് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കിട്ടിയ കൂന്തൽ, അതായത് വൈശാലി ഇടണം കേട്ടോ. ഇനി അതിൻ്റെ മുകളിലേക്ക് വീണ്ടും ഒന്നുകൂടിയും തട്ടുകയാണ്. അത് കഴിഞ്ഞ് വീണ്ടും അതിൻ്റെ മുകളിൽ ഐസ് തട്ടും. അങ്ങനെയാണ് നമ്മുടെ ബോട്ടിൽ സ്റ്റോർ ചെയ്യണ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ. സ്റ്റോർ റൂമിൽ നിന്ന് കയറി മുകളിലെത്തിയപ്പോഴേക്കും നല്ല മണം. അത് നല്ല അടിപൊളി അയില വറുത്തിങ്ങനെ വെച്ചേക്കണം. ഇപ്പം ചോറിഞ്ഞാലാന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് സ്രാങ്ക് ഹോൺ അടിച്ചത് വല പിടിക്കാനായിട്ടുള്ളത്. തൊട്ടപ്പുറം തന്നെ വേറെ ബോട്ട് വലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതെങ്ങനെയാണ് മീൻ കിട്ടിക്കഴിഞ്ഞാൽ ആ ഗ്രൗണ്ടിൽ ഇഷ്ടംപോലെ ബോട്ടുകളുണ്ട് അവിടെ. പിന്നെ ഒരു കാഴ്ച ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ തുമ്പികൾ നമ്മുടെ ഈ വയർ റൂപ്പിൽ ഇരിക്കുന്നത്. ഇവന്മാരെങ്ങനെ ഈ കരയിൽ നിന്ന് ഇവിടെ എത്തി ബോട്ടിൽ കയറി ഒന്നായിരിക്കും ഇനി. അങ്ങനെ നേരെ നമ്മൾ വല എടുക്കാനായിട്ട് തുടങ്ങിയിട്ടാണ്. ഇതിലാകെ 2-3 ചെമ്പാനെ നമുക്ക് കിട്ടിയോളട്ട. അത് കൂടാണ്ട് പിന്നെ കൂടുതലും വൈശാലി കൂന്തലും ഇരുന്നു. ഇത് നോക്കി, ഇതിൻ്റെ അറ്റം ഇങ്ങനെ കൂർത്തിരിക്കണതിൻ്റെ പേരിലാണ് അങ്ങനെ പറയണം. സൂചിക്കൂന്തൽ, വൈശാലി കൂന്തൽ, അങ്ങനെ പല പല പേരുണ്ടിട്ട് വരും. കണ്ട നോക്കി, തനി വൈശാലിയാണ് മൊത്തം കിട്ടിയത്. പിന്നെ ഇങ്ങനെ കയറുമ്പോഴുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ വേറെ മീനുകളാണ് കയറണമെന്നുണ്ടെങ്കിൽ അത് ഓരോന്നായിട്ട് തിരിഞ്ഞ് നമ്മൾ മാറ്റണം. പക്ഷെ ഇങ്ങനെ കൂട്ടത്തോടെ നമുക്ക് കിട്ടുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ഒരു വാരി വെച്ച് കോരിയിട്ടാൽ മതി. അങ്ങനെ അടുത്ത വല നമ്മൾ ഇട്ടട്ട മീൻ കിട്ടിക്കഴിഞ്ഞാൽ റെസ്റ്റ് ഉണ്ടാവില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ, നേരെ അടുത്ത വല ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വാരി വെച്ചിട്ട് നേരെ വൈശാലിനെ മാത്രം ഇങ്ങനെ കോരി ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കേണ്ട. നിസ്സാര നേരം കൊണ്ട് തിരിയലും കഴിഞ്ഞ് നേരെ വെള്ളമടിച്ച് കഴുകി ഇനി നേരെ സ്റ്റോർ ചെയ്യാനായിട്ട് നേരെ കൊണ്ടുപോകേണ്ട. ഇന്നലെയൊക്കെ നമ്മൾ വല വലിച്ചിട്ട് ഒന്നും നമുക്ക് ഉണ്ടായില്ല. ഇന്ന് രാവിലത്തെ വലക്കോലും ഇത് കണ്ട 10 ബോക്സോളം വൈശാലി നമുക്ക് ഒരൊറ്റ വലയെ കിട്ടിയിട്ടുണ്ട്. ചില സമയങ്ങളിൽ അങ്ങനെയാണ്. കടലിലെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കണ പോലെയല്ല, വിചാരിക്കാത്ത സമയത്തായിരിക്കുള്ളൂ പണി വന്നത്. അങ്ങനെ നേരെ കിട്ടിയ മീനുകളെല്ലാം നേരെ നമ്മുടെ സ്റ്റോർ റൂമിലേക്ക് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം നമ്മുടെ ചോറും അതുപോലെ കറിയും റെഡി ആയിട്ടുണ്ട്. അധികം സമയമൊന്നും കിട്ടാത്തതിൻ്റെ പേരിൽ മീൻ മാത്രം വറുത്തുള്ളൂ. പിന്നെ സവാള അരിഞ്ഞ് ചെറിയൊരു സലാഡ് പോലെ ആക്കുകയും ചെയ്തിട്ടാണ്. കാരണം മീൻ കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് തിരിയാനും പിടിക്കാനും അതുപോലെ വലപ്പണിയൊക്കെ വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കറി വെക്കാനായിട്ടുള്ള സമയം അങ്ങനെ മര്യാദ കിട്ടില്ല. അങ്ങനെ നേരെ ഞങ്ങളെല്ലാവരും നല്ല വിശപ്പുണ്ടായിരുന്നു. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച വേണ്ടി കാണുന്നത്. നല്ല അടിപൊളി അയില വറുത്തതും അതുപോലെ ചെറിയ രീതിയിലുള്ളൊരു സലാഡും. എന്ത് മീനുണ്ടെങ്കിലും അയിലുണ്ടെങ്കിൽ അത് മാത്രം കഴിക്കണ ഒരു ചങ്കത്ത് എനിക്ക് ഉണ്ടായിട്ടാ. അയിലുണ്ടപ്പോൾ എനിക്ക് അവളെയാണ് ഓർമ്മ വന്നത്. അപ്പോൾ അയിലത്തല എടുത്തിട്ട് നേരെ 2 കടി അടിച്ച് അയിലത്തല അളിയനും കൊടുക്കരുന്നാണ്ട പറയണത്. അങ്ങനെ കുറച്ച് സലാഡും അച്ചാറും ഇതെല്ലാം കൂടി എടുത്തിട്ട് നല്ല അടിപ്പനായിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കും.
നമ്മൾ വലിച്ചുകൊണ്ടുവന്ന വലന ഒരു സൈഡ് പൊക്കിയിട്ട് ബോട്ട് കറക്കി വീണ്ടും റിട്ടേൺ നമ്മൾ വന്ന വഴി വലിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കാണുന്നത്. കാരണം ഇപ്പോൾ ഈ വലിക്കണ സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ഒരു പാറയായിരിക്കാം, അല്ലെങ്കിൽ ഒരു കുഴിയായിരിക്കാം. അപ്പോൾ സ്രാങ്കിനൊരു പിടുത്തുണ്ടാകും, ഇതിൻ്റെ എൻഡിങ് ഇവിടം വരെ ഉള്ളൂ, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടാൻ ചാൻസ് ഇല്ലാന്ന്. അപ്പോൾ അതിൻ്റെ ആ ഒരു എൻഡിങ്ങിൽ പോയിട്ട് നമ്മൾ കറക്കി വീണ്ടും തിരികെ വലിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കാണുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ വല കയറ്റിയപ്പോൾ എന്ന് വെച്ചാൽ ഇഷ്ടംപോലെ ഉടക്കുണ്ടായി. കാരണം വേറൊന്നുമില്ല, കടൽപ്പന്നികൾ ഇഷ്ടംപോലെ നമ്മുടെ വലയുടെ അടുത്ത് വന്നിട്ടുണ്ടായി. അവന്മാർ ഈ വലയമ കടിച്ച് കുറേയൊക്കെ പൊട്ടിച്ചളഞ്ഞ്. അങ്ങനെ എന്നാലും വലിയ രീതിയിലുള്ള ചരക്ക് നമുക്ക് പോയില്ല, കുറഞ്ഞ രീതിയിലുള്ള ചരക്ക് എന്നാൽ വെള്ളത്തിലേക്ക് പോവുകയും ചെയ്തിട്ട്. കടൽപ്പന്നികൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്, പക്ഷേ അവന്മാരെ കാണിക്കാൻ പറ്റില്ല എനിക്ക്. അങ്ങനെ നേരെ നമ്മൾ കയറ്റി നമ്മുടെ കോടൻ്റെ പൊട്ടിച്ച്. ഇതിനകത്തും കുഴപ്പമില്ലാത്ത രീതിയിൽ, അതായത് കഴിഞ്ഞ വലയുടെ അത്ര ഇല്ലെങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിലുള്ള വൈശാലി നമുക്ക് കിട്ടിയിട്ടുണ്ടായിട്ടാണ്. പക്ഷേ അറക്ക കിട്ടൽ കുറവാണ്, അല്ലെങ്കിൽ നമ്മുടെ ചെമ്പാൻ കിട്ടൽ കുറവാണ്. ഇതൊക്കെ ഒരു വൈശാലിക്കും നല്ല വലിപ്പം കണ്ട. ഇതിനെ നമ്മൾ ഫസ്റ്റ് എന്ന് പറയട്ടോ. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അങ്ങനെ 3 കാറ്റഗറി ഉണ്ട്. ആ കാറ്റഗറി ബേസിലായിരിക്കുള്ളൂ ഓരോന്നിനും വില വീണേട്ടാ. ഇത് ഫസ്റ്റ് ക്വാളിറ്റിയാണിത്. നോക്കി എൻ്റെ വലിപ്പം കണ്ട, പൈപ്പ് പോലെ ഇരിക്കുന്നു. കടലിലേക്ക് ഞങ്ങൾ വന്ന് 3 വല ഇട്ടതിന് ശേഷം സ്റ്റോർ അനങ്ങിയിട്ടില്ല കേട്ടോ. അതായത് ഒരു കള്ളി പോലും മീനിടാൻ പറ്റിയിട്ടില്ല. ബോക്സിലായിരുന്നു മീനിട്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ 3 വല വലിച്ചപ്പോഴേക്കും നമ്മുടെ 2 പലകക്കുള്ള വൈശാലിയും കിട്ടിയിട്ടുണ്ട്. പിന്നെ കുറഞ്ഞ നമ്മുടെ ചെമ്പാൻ ഇറക്കിയൊക്കെ കുറഞ്ഞ രീതിയിൽ കിട്ടിയിട്ടുണ്ടായിട്ട്. എപ്പോഴും നമുക്ക് ഈ പറഞ്ഞ പോലെ മീൻ കിട്ടണമെന്നില്ല. നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കുള്ളൂ ദൈവം നമുക്ക് മീൻ കൊണ്ടോ തന്നെ വലയിൽ. ഇന്നത്തെ അവസാനത്തെ വലയാണ് നമ്മൾ എടുക്കുന്നത്. ചില മീനുകളുണ്ട് അത് ഇരുട്ടായി കഴിഞ്ഞാൽ നമുക്ക് വലയിൽ കയറില്ല. അതുപോലെ ഇരുട്ടത്ത് കിട്ടുന്ന മീനുകളും ഉണ്ട് കേട്ടോ. അപ്പോൾ ശരിക്കും ഈ വൈശാലി കൂന്തൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുട്ടായി കഴിഞ്ഞാൽ വലയിൽ കിട്ടാത്ത ഒന്നാണ്. അപ്പോൾ സ്രാങ്ക് പറഞ്ഞിരുന്നത് നമുക്ക് വെറുതെ വലിച്ചു നോക്കാമെന്നുള്ള ഭാഗ്യം ഉണ്ടെങ്കിൽ കിട്ടും. അത് അങ്ങനെ പറഞ്ഞാണ്ട് നമ്മൾ ഈ വല ഇട്ടത്. അപ്പോൾ കുറച്ച് നേരം വലിച്ചുള്ള ഒരു 1/4 മണിക്കൂറോളം വലിച്ചിട്ട് നമ്മൾ നേരെ വലയെടുത്ത് നോക്കിയാണ്. വൈകുന്നേരം സമയമായപ്പോഴേക്കും സൂര്യനൊക്കെ അങ്ങോട്ട് പയ്യെ മാറി നല്ല ഒരു ടെക്സ്ചർ, നല്ല ഓറഞ്ച് കളറിൽ ഇങ്ങനെ കടൽ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. നോക്കി സ്രാങ്ക് പറഞ്ഞത് നേരാണ്ട. നേരത്തെ വല നോക്കുമ്പോഴും ഇപ്പോഴത്തെ വല നോക്കുമ്പോഴും ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും കാണുന്നവർക്ക്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നോക്കി കഴിഞ്ഞപ്പോൾ ഒരു പെട്ടിഞ്ഞണ്ട് ഉണ്ടായിരുന്നേ. അതിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ മുട്ടകൾ ക്യാരി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പെട്ടിഞ്ഞണ്ടിനെ കണ്ടായിരുന്നു. അപ്പോൾ ഇതിനെ നേരെ നമ്മൾ തിരിച്ച് കടലിലേക്ക് തന്നെ കളഞ്ഞിട്ടാണ്. അപ്പോൾ ഇന്നത്തെ പണിയെല്ലാം കഴിഞ്ഞ് നമ്മുടെ ആങ്കർ നേരെ കടലിലേക്ക് കെട്ടി. രാത്രി ഞങ്ങൾ വല വലിക്കാറില്ല. അപ്പോൾ ഇന്ന് രാത്രിയിലത്തേക്ക് നമുക്ക് കഴിക്കാനായിട്ട് നല്ല അടിപൊളി എന്താ പറയുക ഊളാവ് കറി, അതുപോലെ ഗോതമ്പിൻ്റെ പുട്ടും പിന്നെ പയറ് കറിയൊക്കെ ഉണ്ട് കേട്ടോ. ചോറ് വേണ്ടവർക്ക് ചോറും ഉണ്ട്. നൈറ്റുള്ള വീഡിയോ ഇടുമെന്ന് പലരും ചോദിച്ചിരുന്നിട്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നൈറ്റ് വീഡിയോയിൽ നമുക്കൊന്നും കാണിക്കാനില്ല. കാരണം വല്ല പാറയുടെ മുകളിൽ കൊണ്ടുപോയാണ് ആങ്കർ ഇടുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ചൂണ്ടിടും. അപ്പോൾ ചൂണ്ടിട്ട് മീൻ കിട്ടുന്നത് കാണിക്കാൻ പറ്റും. അത് ഞാൻ ഓൾറെഡി നമ്മുടെ പേജിനകത്ത് കാണിച്ചിട്ടുണ്ട് കേട്ടോ. പാറയുടെ മുകളിൽ കൊണ്ടുപോയി ആങ്കർ ഇട്ടിട്ട് ചൂണ്ടിട്ട് മീനെ പിടിക്കണത്. അതുപോലെ രാത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുറ്റും ഇരുട്ടായിരിക്കുള്ളൂ. പിന്നെ ആകാശത്തേക്ക് നോക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് നക്ഷത്രങ്ങൾ കാണാൻ പറ്റും. കാരണം കടലിലധികം പൊല്യൂഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാ നക്ഷത്രങ്ങളും നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറേങ്ങൾ ഓടിക്കളിക്കണത് കാണാൻ പറ്റും കേട്ടോ. നല്ല ചൊകാന്നിരിക്കണം നമ്മുടെ ഊളാവൂട്ടന്മാരെ ആ ഒരു തിളച്ച് മറിയണ ഗ്രേവിയിലേക്ക് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കേണ്ട. അപ്പോൾ ഈ പുട്ടിൻ്റെ ഒപ്പം മീൻകറി കൂട്ടാനായിട്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ് അല്ലേ. പക്ഷേ ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ ടേസ്റ്റാണ്. ചോറ് കൂട്ടുന്നവരുണ്ട്, പുട്ട് കൂട്ടുന്നവരുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് പിടിപ്പിച്ചിട്ട് പാത്രം മൂടി വെച്ച് ഒരു 10-15 മിനിറ്റ് 20 മിനിറ്റ് കഴിയുമ്പോഴേക്കും നോക്കാട്ടെ. അങ്ങനെ പുട്ടും കടലക്കറിയും, പയറല്ലട്ടാ കടലക്കറിയായിരുന്നു, കടലക്കറിയും മീൻകറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ആകെ 4 മീനെ നമ്മൾ എടുത്തിട്ടുള്ളൂ കേട്ടോ. അല്ലാത്തപ്പം മീൻകറി മാത്രമാണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതലെടുക്കും. പുട്ടിൻ്റെ ഒപ്പം കടലുള്ളതിൻ്റെ പേരിൽ പഞ്ചായത്ത് ആകെ 2 കഷ്ണം മീൻ മാത്രം കൊടുക്കുകയുള്ളൂ. ചോറ് കഴിക്കണവർക്കാണെന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ കൊടുക്കട്ടെ. അപ്പോൾ ഞാൻ നേരെ ചോറിലേക്ക് മാറിയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോനകത്ത് രാവിലെ തൊട്ട് രാത്രി വരെ, അതായത് കടലിൽ വെച്ച് ഞങ്ങൾ എന്തൊക്കെ അനുഭവിക്കേണ്ടത്, എന്തൊക്കെ സംഭവങ്ങൾ കാണേണ്ടതെന്നൊക്കെ ഉള്ളത് നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട് കേട്ടോ. അതൊരൊറ്റ ദിവസത്തെ വീഡിയോ ആണ് ഞാൻ ഈ കാണിച്ചത്.
അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും അതുപോലെ പേജ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഫോളോ ചെയ്യാനും മറക്കരുത്. വീണ്ടും ഒരു കിടിലൻ കിടുക്കാച്ചി വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ടാറ്റാ.